എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് 17, 18, 19 ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ ഫലങ്ങൾ നോക്കിയ 5 രാശിക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പ്രതിപാദിക്കുക. ഈ 3 ദിവസത്തെ പൊതുവായ ഫലങ്ങളും ഒപ്പം തന്നെ ഈ വർഷം 2026 മുഴുവനായി ഇനി അങ്ങോട്ട് ഈ മാർച്ച് മാസം മുതൽ ഈ രാശിക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ഭാഗ്യയോഗങ്ങളെപ്പറ്റിയും അവയൊക്കെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി ഈ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളെപ്പറ്റിയും ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും ആവർത്തിച്ച് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സമയമുള്ളവർ മാത്രം ഈ അധ്യായം തുടർന്ന് കാണുക. മാത്രമല്ല, നിങ്ങളുടെ രാശി അല്ലെങ്കിൽ നക്ഷത്രം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നിരാശരാകാൻ സാധ്യതയുള്ള ആളുകളും ഈ വീഡിയോ കാണാതിരിക്കുക. അത്തരത്തിൽ ജീവിതത്തിൽ വിജയിക്കുവാൻ എളുപ്പവഴികൾ അല്ലെങ്കിൽ കുറുക്കുവഴികളൊക്കെ നോക്കുന്നവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. അവർക്ക് ഷോർട്സ് വീഡിയോകളോ റീൽസുകളോ ഒക്കെ കണ്ട് സംതൃപ്തി വരുത്താവുന്നതാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 3 അനുഭവപ്പെട്ട ചന്ദ്രഗ്രഹണം മുതൽ ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം, എടുത്തു പറഞ്ഞാൽ 2026 മുതൽ ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം ഒരു രാജയോഗം പോലെ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിക്കുക. പലരുടെയും ജീവിതത്തിൽ അത്തരമൊരു ഉയർച്ച കൈവരുന്നതിന്റെ പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ബിസിനസ്സിലുള്ള ലാഭങ്ങളും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളും മറ്റ് സാമ്പത്തിക ലാഭങ്ങളും വീട്, വസ്തു, വാഹന യോഗങ്ങളും പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ നടത്തിയെടുക്കുവാനും അതിനുള്ള ശ്രമങ്ങളും പലരുടെയും ജീവിതത്തിൽ വിജയം കണ്ടു തുടങ്ങുന്നതായി അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ ഗ്രഹണം ഒരു സാധാരണ ഗ്രഹണമായല്ല ജ്യോതിഷത്തിൽ കാണാൻ സാധിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ എത്ര വലിയ ദോഷമുണ്ടെന്നിരിക്കലും എത്ര വർഷങ്ങളായി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്നിരുന്നവരായാലും ഈ ഒരു ഗ്രഹണം നിങ്ങളുടെ തലവര മാറ്റി എഴുതാൻ പോകുന്ന ശക്തിയുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വന്നെത്തുന്ന ഒരു ദിവ്യ അവസരമായാണ് ഇതിനെ കാണുവാൻ സാധിക്കുക. ഈ പറയുന്ന 5 രാശിക്കാർക്ക് ഒരു സുവർണകാലമാണ് ഇതു മുതൽ ഉണ്ടാവുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാർച്ച് 1 മുതൽ നല്ല കാലം വരാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ പറ്റി പ്രതിപാദിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ചയെന്നോണം 2026 ഒട്ടനവധി പ്രതീക്ഷകളാണ് പല രാശിക്കാരുടെയും ജീവിതത്തിലേക്ക് നൽകുന്നത്. ഇതൊരു കർമ്മ പരിവർത്തന നിമിഷമായാണ് കാണേണ്ടത്. പലർക്കും ഈ മാർച്ച് മാസം ഈ കഴിഞ്ഞ 16 ദിവസങ്ങളും സാധാരണ ദിനങ്ങൾ പോലെ തന്നെയായിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക. എന്നാൽ വിശ്വാസം കൈവിടാതെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഓരോ നക്ഷത്രക്കാർക്കും യോജിച്ച ചില പരിഹാരങ്ങൾ കൂടി അല്ലെങ്കിൽ അവർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അവയൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചാൽ രാജയോഗത്തിന്റെ തുടക്കമായാണ് കാണുവാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ 5 ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന്റെ നാമം കമന്റായി രേഖപ്പെടുത്തി മനസ്സാൽ വന്ദിച്ച് ഈ ഒരു വീഡിയോ തുടർന്ന് കാണുക. ഈ പ്രതിപാദിക്കുന്ന 5 രാശിക്കാർക്കും അവരിതുവരെ അനുഭവിച്ച എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ആരോഗ്യ പ്രശ്നങ്ങളും അവയിൽ നിന്നൊക്കെ പൂർണ്ണമായും മോചിതരായി ഐശ്വര്യവും സർവ്വവിധ ധനലാഭങ്ങളും ഇവരെ തേടിയെത്തും. ഇവരുടെ ജാതക ദോഷങ്ങളെല്ലാം മാറി ഇനി ഇവർ തൊടുന്നതെല്ലാം പൊന്നായി തീരുന്ന ഇനി അങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം ഒരു സുവർണ കാലമായി തന്നെ കാണുവാൻ സാധിക്കും. ജോലിയിൽ പ്രമോഷനുകളും ബിസിനസ്സിൽ കൂടുതൽ ലാഭവും കുടുംബത്തിൽ സന്തോഷവും എന്നിവ വർദ്ധിക്കും. ഈ 5 രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയും അനന്തമായ ഭാഗ്യം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ ഒരു പുതുജീവിതത്തിന്റെ തുടക്കമായി തന്നെയാണ് കാണുവാൻ സാധിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കും. ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒത്തുചേർന്നാൽ ഒരു മനുഷ്യൻ എത്ര ഉയരങ്ങളിൽ എത്തുമെന്ന് ഈ 5 രാശിക്കാർക്ക് അവരുടെ ജീവിതം ഉദാഹരണമായി പറയുവാൻ സാധിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരുടെ ഭാഗ്യം എക്കാലവും നിലനിൽക്കുകയും ഇവർക്ക് വീട്, വാഹനം, സ്വത്ത് എന്നിവ വാങ്ങുവാനും സമൂഹത്തിൽ ആദരവും ബഹുമാനവും വർദ്ധിക്കുവാനും ഈ ഒരു ദിവസം മുതൽ അങ്ങോട്ട് സാധ്യമാകും. ഇനി നമുക്ക് മുൻപ് പ്രതിപാദിച്ച ഈ 5 രാശിക്കാർ ആരെല്ലാമാണെന്നും നമുക്ക് പ്രതിപാദിക്കാം. ഇതിൽ ആദ്യത്തെ ഭാഗ്യരാശിയായി പറയുവാനാവുക വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശി രാശിചക്രത്തിലെ 8ാമത്തെ രാശിയാണ്. പ്രതീക്ഷിത ഭാഗ്യവും രാജയോഗവും തൊഴിൽ, ബിസിനസ്, സ്ഥാനലാഭങ്ങൾ, ധനലാഭങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ പോകുന്നു. അതുപോലെ പൊതുവെ ഇവർ സ്ഥിരതയുള്ള വ്യക്തികളായിരിക്കും. ഇവർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാകുന്നതുവരെ വിശ്രമിക്കാറില്ല എന്നതായിരിക്കും സത്യം.
എത്ര വേണമെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. എന്നാൽ ഇത്രയും കാലം ഇവർ കഷ്ടപ്പെട്ടിട്ടും ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനം കാരണം കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടായി എന്നും വരാം. എന്നാൽ ഈ പ്രതികൂല ശക്തികളെല്ലാം പൂർണ്ണമായി നീങ്ങി ഇനി മുതൽ നിങ്ങളുടെ വഴി സുഗമമായി തുറക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും നല്ല ലാഭങ്ങൾ ലഭിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട വ്യാപാരം ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല സുവർണകാലമാണ്. കാരണം ഭൂമിപുത്രനായ കുജൻ നിങ്ങളുടെ രാശിയുടെ അധിപനായതുകൊണ്ട് ഭൂമി സംബന്ധമായ വ്യാപാരങ്ങളിൽ നിങ്ങൾക്ക് ലാഭവർഷം തന്നെയാണിത്. കുട്ടികളുടെ വളർച്ചയും നിങ്ങൾക്ക് സന്തോഷം നൽകും. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. എന്നാൽ ഈ അനുകൂല സ്ഥിതിയിലും നിങ്ങൾ അഹങ്കാരവും ആവേശവും ദേഷ്യവും പരിമിതപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല അവ പൂർണ്ണമായി കുറയ്ക്കാൻ തന്നെ ശ്രമിക്കുക. അതുപോലെ ഒരു കാര്യത്തിലും വാശി പിടിക്കരുത്. ആരെങ്കിലും പ്രകോപിപ്പിച്ചാലും നിങ്ങൾ പ്രകോപിതരാകരുത്. അതുപോലെ കഴിയുമെങ്കിൽ ഈ പരാമർശിക്കുന്ന ചെറിയ പരിഹാരങ്ങളും അനുഷ്ഠിക്കുക. ഈ പരിഹാരവിധികൾ നിങ്ങളുടെ ജാതകത്തിലെ ചെറിയ ദോഷങ്ങളെ കഴുകിക്കളഞ്ഞ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഈ ഭാഗ്യത്തെ സ്ഥിരമായി നിലനിർത്തുവാനും സഹായിക്കും. വൃശ്ചിക രാശിക്കാർ എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യ സ്വാമിയെ അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിയെ ദർശിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒരു ചുവന്ന ടവലോ ചുവന്ന വസ്ത്രങ്ങളോ ധരിക്കുന്നത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ രാശിയുടെ അധിപൻ ചൊവ്വയായതിനാൽ ചുവന്ന പരിപ്പും ചുവന്ന വസ്ത്രങ്ങളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾ കുറയ്ക്കും. അതുപോലെ ചൊവ്വ രക്തത്തിന് കാരണക്കാരനാണ്. ആരോഗ്യവാന്മാരായ വൃശ്ചിക രാശിക്കാർക്ക് സാധിക്കുമെങ്കിൽ രക്തദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വാദോഷത്തിന്റെ തീവ്രത കുറയ്ക്കുകയും അതുപോലെ നിങ്ങൾ ഹനുമാൻ ചാലിസ പതിവായി ചൊല്ലുന്നതും സിന്ദൂരം ധരിക്കുന്നതും വളരെ നല്ലതാണ്. പശുവിന് ഉതിർത്ത കടലയോ അരിയോ ശർക്കരയും നൽകുന്നതും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി നിങ്ങൾക്ക് നല്ലത് വരുത്തും. ചൊവ്വയുടെ അനുഗ്രഹത്തിനായി ചൊവ്വാഴ്ച ഉപവാസം അനുഷ്ഠിക്കുന്നതോ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതോ വളരെ നല്ലതായി കാണുന്നു. എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യ അഷ്ടകം ചൊല്ലുന്നതോ സ്വാമിക്ക് അഭിഷേകം അർപ്പിക്കുന്നതോ നിങ്ങളുടെ ചൊവ്വാദോഷങ്ങൾ നീക്കുന്നതാണ്. ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ പരിഹാരങ്ങൾ കഴിയുന്നതും തീർച്ചയായും നിങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് ഇനിയും നല്ലത് വരും. വൃശ്ചിക രാശിക്കാർ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ കുളിച്ചതിനു ശേഷം ചൊവ്വാ മന്ത്രം ചൊല്ലുക. ഭഗവാൻ ഹനുമാനെ പൂജിക്കുക. നരസിംഹ ഭഗവാനെ പൂജിക്കുക. ഭഗവാൻ കാർത്തികേയനെ പൂജിക്കുക. സുന്ദരകാന്ഡം വായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇതിലൂടെ ചൊവ്വാപ്രീതിക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഭാഗ്യാനുഭവങ്ങൾക്കും ഏറ്റവും അനുകൂലമായ അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക. ഇനി രണ്ടാമത്തെ ഭാഗ്യരാശിയായി പറയാൻ പോകുന്നത് തുലാം രാശിയെ പറ്റിയാണ്. രാശിചക്രത്തിലെ 7ാമത്തെ രാശിയാണ് തുലാം. ഈ രാശിയുടെ അധിപൻ ശുക്രനാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങളും ചോതി നക്ഷത്രത്തിന്റെ 1, 2, 3, 4 പാദങ്ങളിലും വിശാഖം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളും ജനിച്ചവർ തുലാം രാശിയുടെ കീഴിൽ വരുന്നു. തുലാം രാശിക്കാർക്ക് അധിപൻ ശുക്രനാണ് എന്നതിനാൽ ഭൗതിക കാര്യങ്ങളിലുള്ള അഭിവൃദ്ധി, അതായത് ആഡംബര സൗഭാഗ്യങ്ങൾ ഈ ഗ്രഹണത്തിന്റെ സ്വാധീനം കാരണം ഈ തുലാം രാശിക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നതാണ്. ഇത്രയും നാളുകളായി നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രതിസന്ധികളും കടബാധ്യതകളും എല്ലാം പൂർണ്ണമായും ഇല്ലാതാകും. ഇനി മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു അന്ത്യമുണ്ടായി കാണുന്നതാണ്. അതുപോലെ ഈ തുലാം രാശിക്കാർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് പുതിയൊരു വീട് നിർമ്മിക്കുന്നതിനുള്ള യോഗവും ഉണ്ടാകും. നിങ്ങൾ സ്വന്തമായി ഒരു വീട് പണിയും. ഒരു സ്വന്തം വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതുപോലെ വാഹനങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. അതൊരു ബൈക്കോ കാറോ ഓട്ടോറിക്ഷ പോലുള്ള ഏത് തരത്തിലുള്ള വാഹനങ്ങളോ ആവാം. നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നു. വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടം തന്നെയാണ്. നിങ്ങൾ നിക്ഷേപിച്ച നിക്ഷേപങ്ങൾക്ക് ലാഭം ഇരട്ടിയായി തിരികെ ലഭിക്കും. വ്യാപാരികൾക്ക് മാത്രമല്ല, എല്ലാ മേഖലകളിലെ ഉദ്യോഗസ്ഥർക്കും ഇതൊരു നല്ല കാലമാണ് തുറന്നു തന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കുന്നതിനും ശമ്പള വർധനവ് ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നതിനും ഇടയാകുന്നു. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുവാനുള്ള സാധ്യതകളും കൂടുതലായി കണ്ടുവരുന്നു.
കുടുംബത്തിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യവും സ്വത്തും ഏതെങ്കിലും രൂപത്തിൽ തീർച്ചയായും ലഭിക്കും. നിങ്ങൾ ഈ സമയത്ത് ഏത് ജോലി ആരംഭിച്ചാലും അത് നിങ്ങൾക്ക് നന്നായി തന്നെ വരും. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കും. അതുപോലെ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചെറിയ പരിഹാരങ്ങൾ കൂടി അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാകും. നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. ലക്ഷ്മി ദേവിയുടെ മുന്നിൽ നെയ്വിളക്ക് കൊളുത്തുക. വെളുത്തതും ചുവന്നതുമായ പൂക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ അലങ്കരിച്ച് ഭക്തിയോടെ പൂജ ചെയ്യുക. വെള്ളിയാഴ്ച വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. ശുക്രന് ഇഷ്ടപ്പെട്ട നിറം വെള്ളയായതിനാൽ വെള്ളിയാഴ്ച പാവപ്പെട്ടവർക്ക് പാൽ, തൈര്, അരി, പഞ്ചസാര അല്ലെങ്കിൽ വെളുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രഗ്രഹം കൂടുതൽ ശക്തമാക്കും. അതുപോലെ കനകധാര സ്തോത്രം, ശ്രീസൂക്തം, അഷ്ടലക്ഷ്മി സ്തോത്രം എന്നിവ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കി അഷ്ടൈശ്വര്യങ്ങളും നൽകും. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് പൂജ ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ നീക്കും. ശുക്രൻ സൗന്ദര്യത്തിന്റെ കാരണക്കാരനായതുകൊണ്ട് തന്നെ തുലാം രാശിക്കാർ എപ്പോഴും വൃത്തിയായിരിക്കുക. നല്ല സുഗന്ധദ്രവ്യങ്ങൾ, അതായത് പെർഫ്യൂമുകൾ പോലുള്ളവ ഉപയോഗിക്കുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു വഴിയാണ്. വീട്ടിലെ സ്ത്രീകളെ, അതായത് അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാവാം, ഇവരെയൊക്കെ ബഹുമാനിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുവാനും സഹായിക്കും. തുലാം രാശിക്കാർ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കുളിച്ചതിന് ശേഷം ഓം ശും ശുക്രായ നമോ ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം നേടി നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ആനന്ദവും നിറയ്ക്കുന്നതിന് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ നിയമങ്ങൾ തീർച്ചയായും പാലിക്കുക. നിങ്ങളുടെ ഗ്രഹസ്ഥിതി നല്ലതും അനുകൂലവുമായി തീരും. നിങ്ങൾക്ക് തടസ്സമില്ലാതെ രാജ്യയോഗം ലഭിക്കും. തുലാം രാശിക്കാർക്ക് എന്ത് തൊട്ടാലും അവ പൊന്നായി മാറുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗ്യരാശിയായി പറയുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരുടെ അധിപൻ ബുധനാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർ മിഥുന രാശിയിൽ വരുന്നു. മിഥുന രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഉണ്ടാവാൻ പോകുക. ആയതിനാൽ ഈ സമയത്ത് ചെറിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ല ഫലമായിരിക്കും നൽകുക. ദാനധർമ്മങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെയും ദാരിദ്ര്യത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കും. നിങ്ങൾക്ക് വളരെ മികച്ച സമയമായിരിക്കും വന്നു ചേരുക. നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനായിരിക്കുന്നതിനാൽ നിങ്ങൾ സ്വാഭാവികമായും ധൈര്യശാലികളായിരിക്കും. അതുപോലെ സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളും നിങ്ങൾക്ക് നല്ലതായി തന്നെ വരും. നിങ്ങൾ ദൂരയാത്രകൾ, ചെറിയ യാത്രകൾ എന്നിങ്ങനെയുള്ള കൂടുതൽ യാത്രകൾക്ക് സാധ്യതകളും കാണുന്നു. തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കുകയും ഇവർക്ക് സ്വാഭാവികമായും ബുദ്ധിയും വാക്ചാതുര്യവും കൂടുതലായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് പറയുന്ന ആ വാക്കുകൾ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥാന നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. ലഭിക്കേണ്ട പണം നിങ്ങളുടെ കൈകളിലെത്തും. ഇത് എല്ലാ മേഖലകളിലുള്ളവർക്കും ഒരു സുവർണ കാലഘട്ടം പോലെയാണ് അനുഭവപ്പെടുക. വിദേശയാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രകൾ നടത്തുവാനുള്ള സാധ്യതയും ലഭിക്കും. നിങ്ങളുടെ ഭാവി വളരെ നല്ലതായി തന്നെ അനുഭവത്തിൽ വരും. കുടുംബത്തിലെ വഴക്കുകൾ കുറയുകയും നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. മാനസികവും ശാരീരികവുമായ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങൾക്ക് മാനസിക സമാധാനം ലഭിക്കും. അതുപോലെ സമ്പാദിച്ച പണം ലാഭിക്കുവാനുള്ള ധാരാളം വഴികളും നിങ്ങൾക്ക് ലഭിക്കും. മിഥുന രാശിക്കാർക്ക് ഇതൊരു വലിയ അവസരമാണെന്ന് തന്നെ പറയണം. അതുപോലെ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചെറിയ പരിഹാരങ്ങളും നിങ്ങൾ തീർച്ചയായും പാലിക്കുക. നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനാണെന്ന് പറഞ്ഞതിനാൽ തന്നെ ബുധഗ്രഹത്തിന്റെ അനുഗ്രഹത്തിനായി പശുവിന് പച്ചപ്പുല്ല്, ചീര തുടങ്ങിയവ ആഹാരമായി നൽകുന്നത് ഉത്തമമാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. തിങ്കളാഴ്ചകളിൽ ശിവനെ ആരാധിക്കുക. ഈ ശിവാരാധന മിഥുന രാശിക്കാർക്ക് വിശേഷപ്പെട്ട ഫലമായിരിക്കും നൽകുക. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക. അതുപോലെ മിഥുന രാശിക്കാർ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചെറിയ പരിഹാരങ്ങൾ നിങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നല്ലത് വരും. നിങ്ങൾ എല്ലാ ദിവസവും കനകധാര സ്തോത്രം ജപിക്കുന്നതിലൂടെ ധനലാഭവും വർദ്ധിക്കും. അതുപോലെ ശിവാഭിഷേകം ചെയ്യുക. എല്ലാ ദിവസവും വീട്ടിൽ ശിവനെ പൂജിക്കുക. ശിവപാർവതി പൂജ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും കൊണ്ടുവരിക. മിഥുന രാശിയുടെ അധിപൻ ബുധനായതിനാൽ ബുധന്റെ അതിദേവത ശ്രീ മഹാവിഷ്ണുവാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ കുറഞ്ഞത് ശനി, ബുധൻ ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാനസിക സമാധാനവും വിജയവും ലഭിക്കും.
ബുധഗ്രഹ ദോഷനിവാരണത്തിന് ഗണപതിയെ പൂജിക്കുന്നതും ഉത്തമമാണ്. പ്രത്യേകിച്ച് ബുധനാഴ്ച ഗണപതിക്ക് കറുക സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ കഴിയുന്നത്ര പച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പച്ച തുവാല കയ്യിൽ കരുതുന്നതോ വളരെ നല്ലതാണ്. ബുധനാഴ്ച ദിവസം പച്ച ചെറുപയറോ പച്ച വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇലക്കറികളോ പാവപ്പെട്ടവർക്കോ ബ്രാഹ്മണർക്കോ ദാനം ചെയ്യുക. ബുധൻ വിദ്യയുടെ കാരകനായതുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ, പേനകൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലൂടെ ബുധൻ പ്രസന്നനാകുന്നു. ബുധനാഴ്ച ദിവസം പശുവിന് പച്ചപ്പുല്ല് നൽകുന്നതും നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ നീക്കുന്നതാണ്. അതുപോലെ വീട്ടിൽ തുളസിച്ചെടി നട്ട് ദിവസവും വെള്ളമൊഴിച്ച് പൂജിക്കുന്നതും മിഥുന രാശിക്കാർക്ക് വളരെ ഉത്തമമാണ്. ഈ രാശിക്കാർ ബുധനാഴ്ച രാവിലെ കുളിച്ച് ബുധനാഴ്ച മന്ത്രം, അത് ലളിതമായി പറഞ്ഞാൽ ഓം ബുധായ നമ, ബുധഗ്രഹത്തെ, ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ദേവനെ ഞാൻ സ്മരിക്കുന്നു എന്ന മന്ത്രം കുറഞ്ഞത് 108 തവണ ജപിക്കുന്നത് ബുധന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ എല്ലാം നന്നായി ഭവിക്കുവാൻ ഇടയാക്കും. ഇത്തരം പരിഹാരങ്ങൾ നിങ്ങളെ ഉയർന്ന നിലയിൽ തന്നെ എത്തിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തതായി നാം പരാമർശിക്കുന്നത് മീനം രാശിയാണ്. പൂരുട്ടാതി അവസാന ഒരു പാദവും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനക്കൂറിൽ ഉൾപ്പെടുന്നു. ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ്. 7.5 ശനി ദോഷം അനുഭവിക്കുന്ന മീനരാശിക്കാർക്ക് നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീർന്ന് സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക കടം, ശത്രു പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പൂർണ്ണമായും കുറയ്ക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അന്ത്യം വരുന്ന സമയമാണ്. മീനരാശിക്കാർ സ്വാഭാവികമായും വളരെ ദയയുള്ളവരായാണ് കാണപ്പെടുക. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കണ്ട് അവർ ഉള്ളാലെ ദുഃഖിക്കുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് ഒരു ശാപമായാണ് മാറുവാൻ സാധ്യത. പഴമക്കാർ പറയുന്നത് പോലെ നല്ലതിന് പോയാൽ ചീത്ത എതിരേൽക്കും എന്നതുപോലെ ഈ ദിവസങ്ങളിൽ നല്ലവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. അതിനാൽ മീനരാശിക്കാർ മൗനം പാലിക്കാൻ ശ്രമിക്കുക. ചോദിക്കാതെ ആർക്കും സഹായങ്ങളോ ഉപദേശങ്ങളോ കൊടുക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ചിന്തകളും മറ്റുള്ളവരോട് പറയാതിരിക്കുക. നിങ്ങളുടെ മൗനം നിങ്ങളെ ഉയർന്ന നിലയിൽ തന്നെ നിർത്തും. അതുപോലെ കടം, രോഗം, ശത്രു പ്രശ്നങ്ങൾ എന്നിവ കാരണം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാനസിക വേദനകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അവയെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. എത്ര പണം സമ്പാദിച്ചാലും വെള്ളം പോലെ ചിലവഴിക്കുന്നതും കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം നിങ്ങൾ നിരവധി മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ പ്രഭാവത്താൽ നിങ്ങളുടെ ജാതക ദോഷങ്ങളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നു. ശത്രുക്കളെ നിങ്ങൾ തീർച്ചയായും കീഴടക്കും. നിങ്ങളെ കുറച്ചു കാണുന്നവർക്ക് നിങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടും. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നിലയും ആരോഗ്യവും വളരെ മെച്ചപ്പെടും. സാമ്പത്തികമായ നേട്ടങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകളും ശമ്പള വർധനവും, വ്യാപാരികൾക്ക് നല്ല ലാഭവും ലഭിക്കും. നിങ്ങൾക്ക് ഭക്തി അധികരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ധനയോഗം ശക്തമായാണ് വരിക. നിങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പുലരും. കുട്ടികളിലൂടെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കും. കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കും. അതുപോലെ മീനം രാശിക്കാർ ഇപ്പോൾ നാം പറയുന്ന ഈ ചെറിയ ചെറിയ പരിഹാരങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. മീനം രാശിക്കാർ എല്ലാ വ്യാഴാഴ്ചയും അന്നദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. അതുപോലെ ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. അതുപോലെ നിങ്ങൾ വ്യാഴാഴ്ച മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പുളിശ്ശേരിയോ പരിപ്പോ പോലുള്ളവ കഴിക്കുന്നതും വളരെ ശുഭകരമാണ്. അതുപോലെ വ്യാഴാഴ്ച കടല, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ, വാഴപ്പഴം അല്ലെങ്കിൽ മഞ്ഞൾ തുടങ്ങിയവ ദരിദ്രർക്കോ ക്ഷേത്രത്തിലോ ദാനം ചെയ്യുക. മീനം രാശിക്കാർ ഗുരുക്കന്മാരെയും പിതാവിനെയും വീട്ടിലെ മുതിർന്നവരെയും ബഹുമാനിക്കുന്നതിലൂടെ നിങ്ങളുടെ ജാതകത്തിൽ ഗുരുബലം വർദ്ധിക്കും. അവരുടെ ആശീർവാദങ്ങൾ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കും. നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ വ്യാഴാഴ്ച മദ്യവും മാംസാഹാരവും ഒഴിവാക്കുക പോലുള്ള ശീലങ്ങളും വളരെ നല്ലതാണ്. മീനം രാശിക്കാർ വ്യാഴാഴ്ച രാവിലെ കുളിച്ചതിനു ശേഷം ഓം നമോ നാരായണായ എന്ന മന്ത്രമോ വിഷ്ണു സഹസ്രനാമമോ ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ ബലം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് ധനവും സമ്പത്തും ലഭിക്കുകയും ചെയ്യും. അതിനാൽ ഈ പരാമർശിച്ച ചെറിയ ചെറിയ നിയമങ്ങൾ
നിങ്ങൾ തീർച്ചയായും പാലിക്കുക. അതുവഴി നിങ്ങൾക്ക് എല്ലാം ശുഭകരമായി തന്നെ ഭവിക്കുന്നതായിരിക്കും. ഇനി 5ാമത്തെ ഭാഗ്യരാശിയായി പറയുന്നത് ധനുരാശിയാണ്. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയാണ് ധനു. ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ്. മൂലം നക്ഷത്രത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും പൂരാടം നക്ഷത്രത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും ഉത്രാടം നക്ഷത്രത്തിന്റെ 1ാം പാദത്തിലും ജനിച്ചവർ ധനുരാശിയുടെ കീഴിൽ വരുന്നു. ഈ 2026 മാർച്ച് മുതൽ ധനുരാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യവും രാജയോഗവും കൈവരുന്നു. ഇവർക്ക് ദേവഗുരുവായ ബൃഹസ്പതിയുടെ അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകും. അതിനാൽ തന്നെ മാനസിക ആശങ്കകളും തൊഴിൽപരമായ ചിന്തകളും എല്ലാം ഇപ്പോൾ മുതൽ കുറയും. വിദേശയാത്രകൾ ചെയ്യുവാനുള്ള സാധ്യതകളും തെളിയും. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നു. അതുപോലെ പൈതൃക സ്വത്തുക്കൾ എന്തൊക്കെയാണോ അവ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. നിങ്ങളുടെ നന്മ നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ വംശത്തിൽ ആർക്കുമില്ലാത്ത പേരും പ്രശസ്തിയും കീർത്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ ബഹുമാനവും ആദരവും നിങ്ങളുടെ വാക്കിന് വിലയും വർദ്ധിക്കും. രാഷ്ട്രീയ നേതാക്കൾക്ക് ഉയർന്ന പദവികൾ ലഭിച്ചേക്കാം. രാജയോഗം അനുഭവിക്കാനിടയുണ്ട്. ദൈവം നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും തുണയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം വരും. അതുപോലെ ധനുരാശിക്കാർ ഈ പറയുന്ന ചെറിയ പരിഹാരങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ശുഭമായി തന്നെ ഭവിക്കുന്നതാണ്. ധനുരാശിക്കാർ കുളിക്കുന്ന വെള്ളത്തിൽ വരുന്നുള്ള മഞ്ഞൾ ചേർത്ത് കുളിക്കുക. അതുപോലെ നിത്യവും അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ഭഗവാനെ പൂജിക്കുക. അതുവഴി വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ രാശിയുടെ അധിപൻ വ്യാഴമായതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അമ്പലത്തിൽ കടലയോ വാഴപ്പഴമോ ദാനം ചെയ്യുക, അന്നദാനം ചെയ്യുക എന്നിവയിലൂടെ ഈ ദാനങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങളെ പൂർണ്ണമായും നീക്കി നിങ്ങളെ വലിയ നിലയിൽ എത്തിക്കും. അതുപോലെ ഗുരുക്കന്മാരുടെ ആശീർവാദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഫലം ചെയ്യും. സാധിക്കുമെങ്കിൽ വ്യാഴാഴ്ചകളിൽ നിങ്ങൾ നിയമനിഷ്ഠകളോടെ ഉപവാസം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസമാധാനം വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ച ദിവസം കുതിർത്ത കടല മാലയാക്കി ദൈവത്തിന് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 5 രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അതിശയകരമായ ഭാഗ്യത്തെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. ഇതോടൊപ്പം നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാന മനോഭാവവും നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കും. അതുകൊണ്ട് ഇത്തരം പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നുന്നുവെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവാനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.